ഈ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ഭയപ്പെടേണ്ട ഒന്നാണോ? അതിന് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ സർ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഭയമുള്ളത് റേഡിയേഷൻ. ഇപ്പോൾ ഒരു രോഗി നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അവർക്ക് വളരെ ഭയപ്പാടുകൂടിയാണ് കാണുന്നത്, ആ രോഗിയും രോഗിയുടെ വീട്ടുകാരും. കാരണം റേഡിയേഷൻ ചികിത്സ ചെയ്താൽ ആ ഭാഗം കറുത്തു പോവും, തലമുടി പോവും, ക്ഷീണമാവും, പിന്നെ ചുറ്റും അടുത്തിരിക്കുന്നവർക്ക് അതിൻ്റെ പാർശ്വഫലങ്ങൾ കിട്ടും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടോ മിങ്കിൾ ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ടാകും. അതെല്ലാം തീർത്തും തെറ്റായ ധാരണകളാണ്. ഇപ്പോഴത്തെ ആധുനിക റേഡിയേഷൻ ചികിത്സ നമ്മൾ ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആധുനിക റേഡിയേഷൻ ചികിത്സ കൊടുക്കുമ്പോൾ യാതൊരു പാർശ്വഫലങ്ങളും നമുക്ക് കാണില്ല. റേഡിയേഷൻ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റേഡിയേഷൻ തീരാറാവുമ്പോൾ കുറച്ചൊരു റിയാക്ഷൻസൊക്കെ ചിലർ കണ്ടെന്നിരിക്കും. പക്ഷേ എന്നിരുന്നാലും അത് 2 മാസം കൊണ്ടെല്ലാം ആ റിയാക്ഷനെല്ലാം പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റേഡിയേഷൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് റേഡിയേഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ സ്കാൻ ചെയ്യും. അതിനെ CT സിമുലേഷൻ എന്ന് പറയും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണ് റേഡിയേഷൻ എന്ന് നമ്മൾ പിൻ പോയിൻ്റ് ചെയ്ത് നമുക്കതിനെ മാർക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പം പരോട്ടിൽ ക്യാൻസറാണ് വരികയാണെങ്കിൽ നമുക്ക് ആ പരോട്ടിൽ മാത്രമായിട്ട് ആ റേഡിയേഷൻ എവിടെയെല്ലാം എത്തണം എന്നുള്ളത് പല ആംഗിളിൽ കൂടെ നമ്മൾ ചെയ്യും. അതിന് പുതിയ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. IMRT, IGRT അങ്ങനത്തെ പല ടെക്നിക്കുണ്ട്. അപ്പോൾ ആധുനിക മെഷീനിൽ റേഡിയേഷൻ നമുക്കൊരു ഭാഗത്ത് കൊടുക്കണമെങ്കിൽ അവിടെ മാത്രമേ കിട്ടുകയുള്ളൂ. ആ രോഗി റേഡിയേഷൻ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ശരീരത്തിൽ നിന്ന് റേഡിയേഷൻ്റെ യാതൊരു പാർശ്വഫലങ്ങളില്ലാതെ തന്നെ പുറത്തു പോകും. അപ്പം ഈ റേഡിയേഷൻ ചികിത്സ കൊണ്ടുള്ള മുന്നൊക്കെയുള്ള റേഡിയേഷൻ നമ്മൾ കൊബാൾട്ടിലാണ് കൊടുത്തിരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ശരീരം കറക്കും. നമുക്കൊരു ഭാഗത്ത് മാത്രമായിട്ട് അത് കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു ഭാഗത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള നോർമൽ സ്ട്രക്ചേഴ്സിലൊക്കെ കിട്ടും. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ആധുനിക റേഡിയേഷനും ആധുനിക ടെക്നിക്കും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡായി. അതിന് പ്രത്യേക ടെക്നിക്കുകളും പുതിയ മെഷീൻസും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മെഷീൻസൊക്കെ വന്നതോടുകൂടി യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ ഒരു രോഗിക്ക് റേഡിയേഷൻ ചികിത്സ കൊടുത്ത് 100% ഭേദമാക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒരു രോഗിക്ക് ഇപ്പം നേരത്തെ ചന്ദ്രമോഹൻ പറഞ്ഞ പോലെ സർവൈക്കൽ ക്യാൻസർ വളരെ കോമണാണ്. മുന്നൊക്കെ നമുക്ക് സർവീക്സിൽ റേഡിയേഷൻ കൊടുത്താൽ സർവീക്സിൽ, യൂട്രസിൽ, അതിന് മുന്നേ ഉള്ള ബ്ലാഡറിൽ, ബാക്കിയുള്ള മലാശയത്തിൽ, ബോണിൽ, ഈ ഭാഗത്തെല്ലാം നല്ല ഡോസ് റേഡിയേഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ടെക്നിക്ക് വെച്ചിട്ട് നമുക്ക് ആ സർവീക്സും യൂട്രസും അതിനോട് വന്ന് കഴലുകളും മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്ലാഡറിലോ ബാക്കി സ്ട്രക്ചേഴ്സ് ഇല്ലാതെ കൊടുക്കും. അപ്പം റേഡിയേഷനെ കുറിച്ച് യാതൊരു ഭയപ്പാടും ഇല്ലാതെ തന്നെ രോഗി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദമാക്കണം. കാരണം റേഡിയേഷൻ ചികിത്സ കൊണ്ട് മാത്രം ഭേദമാണ് ധാരാളം ക്യാൻസറുകളുണ്ട്. അതല്ലാതെ തന്നെ മിക്കവാറും എല്ലാ ക്യാൻസറിനും ഈ സർജറി കഴിഞ്ഞിട്ട് റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ഇതെല്ലാം ഒരു കോമ്പിനേഷനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം റേഡിയേഷൻ ചികിത്സ കൊണ്ട് യാതൊരു ഭയപ്പാടും വേണ്ട. പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് പുതിയ ടെക്നിക്ക് വെച്ചിട്ട് റേഡിയേഷൻ കൊടുക്കാൻ പറ്റും.